ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU IT 407 നോളജ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ മൊഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെയും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൻ്റെയും എല്ലാ അഡ്വാൻറ്റേജസും കൂടെ ജോയിൻ ചെയ്തുകൊണ്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് combining the advantages of both depth first search and breadth first search. ഇനി ഈ ഒരു ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം ഓൾമോസ്റ്റ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്കിലെ അസെൻഡ് സെർച്ച് ഹിൽ ക്ലൈംബിങ്ങുമായി വളരെയധികം ക്ലോസ് ആണ്. എന്താണ് അതിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് വ്യത്യാസങ്ങളാണുള്ളത്. ഒന്ന്, ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സിൽ ഒരു നോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു അഡ്ജസൻറ്റ് നോഡിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ നോഡുകളെയും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അങ്ങനെ ചെയ്യുന്നില്ല, അതിനെയെല്ലാം ഒരു ക്യൂവിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്കിൽ നമ്മൾ അങ്ങനെ അഡ്ജസൻറ്റ് നോഡുകളെ കണ്ടുപിടിച്ച് പോകുന്ന സമയത്ത് കൂടെയുള്ള നോഡുകളെ ഡിലീറ്റ് ചെയ്യുകയും ഏറ്റവും അവസാനത്തെ നോഡിന് അഡ്ജസൻറ്റ് നോഡ് ഇല്ല, നമ്മൾ ഗോൾ നോഡിൽ എത്തുകയും ചെയ്തില്ല എങ്കിൽ ടെക്നിക്ക് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൽ ഇതിന് തിരിച്ചു വരുവാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഉണ്ട്, ഒരു ബാക്ക് ട്രാക്കിംഗ് പോലെയുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം. Procedure of best first search technique is very similar to the procedure for steepest ascent hill climbing with two exceptions. In hill climbing, one move is selected and all others are rejected. Second exception is hill climbing technique stop when no successor node is present, but best first search technique take better on from the list. നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു നോഡുണ്ട്, സ്റ്റാർട്ട് നോഡാണ് എ. സ്റ്റാർട്ട് നോഡ് എന്ന് വെച്ചാൽ ഇനിഷ്യൽ നോഡ് അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ബിഗിൻ ചെയ്യുന്നത് ആ നോഡ്. ജെ എന്ന് പറയുന്നതാണ് ഗോൾ നോഡ് ഫൈനൽ നോഡ്. നമ്മൾ എയിൽ നിന്ന് ജെയിൽ എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ തന്നിരിക്കുന്ന ഈ ഓരോ വാല്യൂസും ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നമുക്ക് എയിൽ നിന്ന് നോക്കുമ്പോൾ മൂന്നെണ്ണത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നെണ്ണമാണ് നമ്മുടെ അഡ്ജസൻറ്റ് നോഡ്. ബിയിലേക്ക് പോകാൻ 3 ആണ് കോസ്റ്റ്, സിയിലേക്ക് പോകാൻ 5 ആണ് കോസ്റ്റ്, ഡിയിലേക്ക് പോകാൻ 1 ആണ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മിനിമം കോസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇനിഷ്യലി എ എടുത്തു. അടുത്തത് ഈ 3 പാത്തുണ്ട്. ഈ 3 പാത്തിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഡി എന്ന് പറയുന്ന പാത്താണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നില്ല, ബി എയും സി എയും ഡിസ്കാർഡ് ചെയ്യുന്നില്ല, പകരം അതിനെ എവിടെ ഇട്ടിരിക്കുകയാണ്, ക്യൂവിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഡിയിൽ നിന്ന് അടുത്ത അഡ്ജസൻറ്റ് നോഡ് നോക്കി ഇയും എഫും, അതിലേക്കുള്ള കോസ്റ്റ് ഹ്യൂറിസ്റ്റിക് കോസ്റ്റ് 4ഉം 6. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ക്യൂവിൽ ഇനി ബാക്കി അവശേഷിക്കുന്നത് ബി സി ഇ എഫ്. ഇതിലേതാണോ മിനിമം കോസ്റ്റ് അതിനെ എടുക്കും. ഇവിടെ മിനിമം കോസ്റ്റ് ബിക്കാണ്, അതുകൊണ്ട് ബിയുടെ അഡ്ജസൻറ്റ് നോഡ്സ് കണ്ടുപിടിച്ചു. ജി എച്ച് കോസ്റ്റ് 6 5. ഇനി നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യൂവിലുള്ള നോഡുകൾ സി ഇ എഫ് ജി എച്ച് എന്നിവയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഏതിനാണ് മിനിമം കോസ്റ്റ് എന്ന് നോക്കി. അപ്പോൾ ഇക്കാണ് മിനിമം കോസ്റ്റ്. ഇയിൽ നിന്നുള്ള പാത്ത് ഐയും ജെയും. ഇവിടെ നമ്മുടെ മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉമാണ്. മിനിമം കോസ്റ്റ് 1 ആണെങ്കിൽ പോലും നമ്മുടെ ഗോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജെ ആണ്, അതുകൊണ്ട് നമ്മൾ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മളിവിടെ പോയ പാത്ത് എ ഡി ഇ ജെ എന്നുള്ളതാണ് നമ്മുടെ പാത്ത്. ഇങ്ങനെയാണ് പൊതുവേ ഒരു ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്സ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് പോകുന്ന സമയത്ത് ആ കറണ്ട് സിറ്റുവേഷനിൽ ഏതാണോ ലെസർ വാല്യൂ ആ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് അടുത്തതിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിയിൽ പോയി ഇയിലെത്തിയതിന് ശേഷം നോക്കുമ്പോൾ ബിക്കായിരിക്കും കോസ്റ്റ് കുറവ്, അപ്പോൾ ബിയുടെ നോഡ് കൂടെ കണ്ടുപിടിക്കുന്നു. അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഏതിനാണോ ലെസർ വാല്യൂ ആ വാല്യൂ നോക്കിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രോപ്പറായിട്ടുള്ള രീതി അല്ലാത്തത് കൊണ്ട് ഈ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട്, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്ക് തന്നെയാണ്, ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് ഒരു പുതിയ ഇത് വന്നു, അതാണ് ഓർ ഗ്രാഫ്. എന്താണ് ഓർ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കിൽ നമ്മളൊരു ആൾട്ടർനേറ്റീവ് പാത്ത് കൂടെ കണ്ടുപിടിക്കുന്നു. അതായത് ഒരു നോഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം
ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് എത്ര വാല്യൂ വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത മൂവ് എങ്ങോട്ട് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചത് അഡ്ജസൻറ്റ് നോഡുകളുടെ വാല്യൂ ആണ്. അതിൽ നിന്ന് വ്യത്യാസമാക്കിക്കൊണ്ട് ഫൈനൽ ഗോൾ സ്റ്റേറ്റിൽ എത്തുന്ന വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് അതിലൊരു ചെറിയ മാറ്റം വരുത്തുന്നു. ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗ്രാഫ് ടെക്നിക്സ്. ഈ ഓർഗ്രാഫ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കിനെ ഒരു ചെറിയ മോഡിഫിക്കേഷനായി ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരെണ്ണമാണ്. In the case of best first search technique, each branch represents an alternative problem solving path. For obtaining this, OR graph is used. To implement such a graph, search procedure needed to use two lists of nodes. First one open, second one closed. എന്താണ് ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോറിറ്റി ക്യൂ ആണ്. അതിൽ എല്ലാ നോഡുകളെയും അഡ്ജസൻറ്റ് നോഡുകളെയും പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോർ ചെയ്തിരിക്കും. എന്താണ് ക്ലോസ്ഡ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നോഡിനെയാണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റേറ്റാണ് ക്ലോസ്ഡ്. അപ്പോൾ എന്താണ് ഓപ്പൺ? ഓപ്പൺ ഈസ് ആക്ച്വലി എ പ്രയോറിറ്റി ക്യൂ ഇൻ വിച്ച് കണ്ടെയ്നിങ് നോഡ് എലമെൻറ്റ് വിത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി. എന്താണ് ക്ലോസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് ദാറ്റ് ഹാവ് ആൾറെഡി ബീൻ എക്സാമിൻഡ്. ഇനി ഈ ഒരു ഓർഗ്രാഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് രണ്ട് എക്സ്ട്രാ മൊഡ്യൂൾസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ടു ഇംപ്ലിമെൻറ്റ് ഓർഗ്രാഫ് ദ ഫംഗ്ഷൻ വിൽ കണ്ടെയ്നിങ് ടു മൊഡ്യൂൾസ് ജി ആൻഡ് എച്ച് ഡാഷ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫംഗ്ഷൻ ജി ഈസ് ദ മെഷർ ഓഫ് ദ കോസ്റ്റ് ഗെറ്റിംഗ് ഫ്രം ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ടു ദ കറണ്ട് സ്റ്റേറ്റ്. ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ് കണ്ടുപിടിക്കുക. എച്ച് ഡാഷ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിന് അഡീഷണൽ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എടുത്തുന്ന അഡീഷണൽ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ജിയും എച്ച് ഡാഷും എന്ന് പറയുന്ന രണ്ട് മൊഡ്യൂളുകൾ, ജി എന്ന് പറയുന്നത് എക്സ്ട്രാ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, എച്ച് ഡാഷ് എല്ലാ കോസ്റ്റുകളും ഏതെല്ലാം പാത്തുകളിൽ പോകുന്ന എല്ലാ കോസ്റ്റുകളും ഉണ്ടോ അത് സ്റ്റോർ ചെയ്യാനും എച്ച് ഡാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ജിയും ഉണ്ട്, എച്ച് ഡാഷും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതം സ്റ്റാർട്ട് വിത്ത് ഓപ്പൺ കണ്ടെയ്നിങ് ജസ്റ്റ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിലെ ഓപ്പണിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നു. അണ്ടിൽ എ ഗോൾ ഈസ് ഫൗണ്ട് ഓർ ദെയർ ആർ നോ ലോഡ് ലെഫ്റ്റ് ഓൺ ദ ഓപ്പൺ ഡു. അതായത് ഗോൾ സ്റ്റേറ്റ് എത്തുന്നത് വരെയോ അല്ലെങ്കിൽ എല്ലാ നോഡും വിസിറ്റ് ചെയ്യുന്നത് വരെയോ ഈ പ്രോസസ്സുകൾ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? പിക്ക് ദ ബെസ്റ്റ് നോഡ് ഓൺ ഓപ്പൺ. ഓപ്പണിലേക്ക് ബെസ്റ്റ് നോഡിനെ ഇൻക്ലൂഡ് ചെയ്യുക. ജനറേറ്റ് സക്സസർ നോഡുകൾ ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം ഫോർ ഈച്ച് സക്സസർ ഡു ഇഫ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ജനറേറ്റഡ് ബിഫോർ ഇവാലുവേറ്റ് ഇറ്റ്, ആഡ് ഇറ്റ് ടു ഓപ്പൺ ആൻഡ് റെക്കോർഡ് ഇറ്റ്സ് പാരൻറ്റ്. അതായത് ഇത് മുമ്പേ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള നോഡ് അല്ല എങ്കിൽ ഈ നോഡിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള കോസ്റ്റ് ഫൈൻഡ് ചെയ്തതിന് ശേഷം ഓപ്പണിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഇഫ് ഇറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് ബിഫോർ ചേഞ്ച് ദ പാരൻറ്റ്. ഇഫ് ന്യൂ പാത്ത് ഈസ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് വൺ ദെൻ അപ്ഡേറ്റ് ദ കോസ്റ്റ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു കോസ്റ്റ് ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കോസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയതാണ് നല്ലത് എങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പാരൻ്റ് നോഡിൽ വേരിയേഷൻ ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ പാത്തുള്ള സമയത്താണ് ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം ഈ പ്രോസസ്സ് എന്ത് ചെയ്താൽ മതി? ഡു അല്ലേ, ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ടെക്നിക്സ് വെച്ചുകൊണ്ട് നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിലൊരു കുഞ്ഞ് ഗ്രാഫുണ്ട്. എ തൊട്ട് ജി വരെയുണ്ട്. എ ആണ് ഇനിഷ്യൽ സ്റ്റേറ്റ്, ജി ആണ് ഫൈനൽ സ്റ്റേറ്റ്. നമ്മൾ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്ക് മാത്രമായിരുന്നു അല്ലെങ്കിൽ ആദ്യം കണ്ട രീതിയിൽ മാത്രമായിരുന്നു ഫോളോ ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ ഈ ഗ്രാഫിൽ തന്നിരിക്കുന്ന കോസ്റ്റുകളെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇനി നമ്മൾ ഈ ഹ്യൂറിസ്റ്റിക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന ഈ ഡിസ്റ്റൻസിൻ്റെ സഹായത്തോടു കൂടി വേണം പാത്ത് കണ്ടുപിടിക്കാൻ. അതായത് എ ടു ജി, എയിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് പോകാൻ 40 ആണ് കോസ്റ്റ്. ബി ടു ജി, ബിയിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് പോകാൻ 32 ആണ് കോസ്റ്റ്. സി ടു ജി 25 ആണ് കോസ്റ്റ്. ഡി ടു ജി 35 ആണ് കോസ്റ്റ്. ഇ ടു ജി 19 ആണ് കോസ്റ്റ്. എഫ് ടു ജി 17 ആണ് കോസ്റ്റ്. ജി ടു ജി 0 ആണ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ആദ്യം ചെയ്തിരുന്ന ആ ഒരു ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എയിൽ നിന്ന് നോക്കുമ്പോൾ സക്സസർ നോഡ് എന്ന് പറയുന്നത് ബി സി ഡി ആണ്. 11, 14, 7 ആണ് കോസ്റ്റ്.
ഇവിടെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 7 ആണ്. അതുകൊണ്ട് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഈ പാത്തായിരുന്നു ചൂസ് ചെയ്യേണ്ടത്, ശരിയല്ലേ? എന്നാൽ നമ്മൾ ഇവിടെ ഇനി നോക്കേണ്ടത് A to G 40 ആണ്. അപ്പോൾ A to B അല്ലെങ്കിൽ B to G എന്ന് പറയുമ്പോൾ 32, C to G എന്ന് പറയുമ്പോൾ 25, D to G എന്ന് പറയുമ്പോൾ 35. ഇതിലേതാണ് മിനിമം എന്ന് നോക്കണം. ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണ്? 25 ആണ്. അപ്പോൾ നമ്മൾ ഏത് പാത്ത് ചൂസ് ചെയ്യും? എയിൽ നിന്ന് സിയിലേക്കുള്ള പാത്ത് ചൂസ് ചെയ്യും. ഇനി സിയിലെത്തിയതിന് ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്നും ഡിസ്കാർഡ് ചെയ്ത് കളയുന്നില്ല. അതുകൊണ്ട് ബി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഇതിൻ്റെ 4ൻ്റെയും കോസ്റ്റ് കമ്പയർ ചെയ്യണം. ബിയുടേത് 32, സിയുടേത് ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ഡിയുടേത് 35, ഇയുടേത് 19, എഫിൻ്റേത് 17. അപ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യും? എഫ് ചൂസ് ചെയ്യും. അപ്പോൾ എഫിൽ നിന്ന് അടുത്തത് ജി ആണ്, 0 ആണ് ഗോൾ സ്റ്റേറ്റ്. അപ്പോൾ പാത്ത് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് എഫിലേക്ക്, എഫിൽ നിന്ന് ജിയിലേക്ക്. ഇനി ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണോ ഈ ഹ്യൂറിസ്റ്റിക് ഡിസ്റ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? എയിൽ നിന്ന് ജിയിലേക്ക് എത്താനുള്ള ഹ്യൂറിസ്റ്റിക് ഡിസ്റ്റൻസ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ 40 ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണോന്ന്? അങ്ങനെയില്ല. ഹ്യൂറിസ്റ്റിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻസ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസുകളാണ്. ഇപ്പോൾ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ വേണം ഇത് ചെയ്യാം? നമ്മൾ മുമ്പൊക്കെ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്തതുപോലെ തന്നെ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷനായിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. അത് യൂസർ ഡിഫൈൻഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യുന്ന ആൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യിക്കും. നമുക്ക് ഏതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണമോ ഫംഗ്ഷൻ, ഇപ്പോൾ കോസ്റ്റ് ആവാം, ഡിസ്റ്റൻസ് ആവാം, അങ്ങനെയുള്ള ഏതിനെ അടിസ്ഥാനപ്പെടുത്തി വേണോ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അങ്ങനെയായിരിക്കും ഹ്യൂറിസ്റ്റിക് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നിക്കിൽ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കിൽ എന്താണ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എന്ന് കണ്ടു, എങ്ങനെയാണ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ബെനിഫിറ്റ് വരാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടി ഓർഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൂടെ കൊണ്ടുവന്നു. ഈ ഓർഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് കണ്ടു. അതിനുശേഷം അത് വെച്ചുകൊണ്ട് ഒരു കുഞ്ഞ് എക്സാമ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു. ഇത്രയുമാണ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിനെ പറ്റി നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. താങ്ക് യു.